അപ്പോൾ ഇത് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ബട്ടർഫ്ലൈനെ എങ്ങനെയാണ് വരയ്ക്കണമെന്നാണ് നോക്കണേ. ആദ്യം അതിൻ്റെ 2 ചിറക് സിമ്പിളായിട്ട് വരച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഡിസൈൻ, അതാണ് ആ ബട്ടർഫ്ലൈനെ കൂടുതൽ ഭംഗിയാക്കുന്നത്. സാധാരണ നമ്മൾ വരയ്ക്കുന്നതിനെക്കാട്ടിലും അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പൂവിൻ്റെ ഇതൾ പോലെ ഒരു കുഞ്ഞത് വരച്ചിട്ട് അതിൻ്റെ ചുറ്റും ചെറിയൊരു ഡിസൈൻ പോലെ ചെയ്ത് കൊടുത്താൽ കാണാനായിട്ട് കുറേ കൂടി ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ അതിൽ കൊടുക്കുന്ന കളർ മെയിനായിട്ട് ബ്ലാക്കാണ്. ബ്ലാക്കിന് ചേരുന്ന യെല്ലോ അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ്, ഓറഞ്ച് അങ്ങനെയുള്ള കളറൊക്കെ കൊടുത്താൽ കൂടുതൽ ഒന്നുകൂടി അട്രാക്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ കറുപ്പ് കൊടുക്കുമ്പോൾ ആ കറുപ്പിൻ്റെ ഷെയ്ഡ് നന്നായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുത്താലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മളൊന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബട്ടർഫ്ലൈയെ മനസ്സിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വരച്ചത് നോക്കിയിട്ടോ ഒന്ന് റെഫറൻസ് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇരിക്കുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷനായി പോകും. പിന്നെ സൈഡിൽ കൊടുക്കുന്ന വട്ടം അതും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പക്ഷേ ഞാൻ ഷെയ്ഡ് ചെയ്ത് വന്നപ്പോൾ ആ വട്ടം കാണാനില്ല. ആ വൈറ്റ് കളറിൻ്റെ ഇടയ്ക്ക് ആ വൈറ്റ് എടുത്തിരിക്കണ കാണാനായിട്ട് ഭയങ്കര രസമാണ്. നമുക്ക് അക്രിലിക് പെയിൻറ്റിങ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് അവിടെ കൊടുത്താലും നല്ല രസമായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്ത് വന്നപ്പോൾ ആ വൈറ്റ് കാണാനില്ല. പക്ഷേ എന്നാലും കാണാൻ ആ വൈറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ഭംഗിയായേനെ. വരക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരക്കുന്ന റീൽസ് മറ്റുള്ളവരെ കണ്ടിട്ടാണ് എനിക്ക് വരക്കാൻ ആഗ്രഹമുണ്ടായി ഞാനിങ്ങനെ വരക്കണത്. പിന്നെ അതുപോലെ തന്നെ സെൻറ്റാങ്കിൾ ആർട്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് കുറച്ച് സമയത്തേക്ക് നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ, അതായത് നമ്മളത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെയെങ്കിലും തീരണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊന്നിലേക്കും ചിന്ത പോയില്ല. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ മറന്നു പോകും. ഇതൊന്ന് പൂർത്തിയാക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ മെയിനായിട്ട് വരക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ്. അതിപ്പോൾ വരക്കാൻ അറിയാവുന്ന ആര് ചെയ്താലും അവർക്കത് മനസ്സിലാവും. കുറച്ച് സമയത്തേക്ക് നമ്മൾ അതിലായിരിക്കും. ആ വരച്ച് വരുന്ന അതെന്ത് പ്രൊഡക്റ്റാണോ, മീൻസ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു ഭംഗിയോടുകൂടി നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിൽ വരുന്നൊരു സന്തോഷവും നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ വരക്കുന്നത് മാത്രമല്ല കേട്ടോ, വരച്ച പിക്ചേഴ്സ് പെയിൻറ്റ് ചെയ്യുന്ന സമയത്തായാലും അത് ആ ഭംഗിയിൽ കൊടുക്കുമ്പോൾ നമുക്കതിനോടൊരു ഇഷ്ടം തോന്നി കുറച്ച് സമയത്തേക്ക് നമ്മൾ എന്തൊക്കെ പ്രശ്നത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടിലിരിക്കുകയാണെങ്കിലും കുറച്ച് സമയത്തേക്ക് നമ്മൾ ഈ വരയിൽ തന്നെ എൻഗേജ്ഡായിട്ട് തോന്നുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. ഞാനിപ്പോൾ എനിക്ക് ആ ഓറഞ്ച് അത് ഫുള്ള് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ആ 2 പെറ്റൽസിൻ്റെ അകത്ത് സൈഡിലാണ്